രാമനും ലക്ഷ്മണനും ആശ്രമത്തിലില്ലാത്ത സമയം രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സീത ഉറക്കെ കരഞ്ഞുവിളിച്ചു, ഹേ രാമാ, ലക്ഷ്മണാ! വനത്തിൽ ഉറങ്ങിക്കിടന്ന ജടായു ആ നിലവിളി കേട്ടു. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി. രാവണൻ, എന്റെ പ്രഭുവിന്റെ പത്നിയെ തൊടാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ജടായു രാവണന്റെ രഥത്തിനു മുന്നിൽ തടസ്സം നിന്നു. മാറി നിൽക്ക്, കിളവനെ! രാവണൻ അലറി. ജീവനുള്ളിടത്തോളം സീതയെ നിനക്ക് ഞാൻ വിട്ടുതരില്ല. ആകാശത്തൊരു വലിയ യുദ്ധം നടന്നു. ജടായു തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് രഥം തകർത്തു. രാവണന്റെ കിരീടങ്ങൾ താഴെ വീണു. രാവണൻ ഭയന്നു. ഈ പക്ഷി നിസാരക്കാരനല്ല. പക്ഷെ രാവണൻ തന്റെ ചന്ദ്രഹാസമെടുത്തു. വാർദ്ധക്യം ജടായുവിനെ തളർത്തിയിരുന്നു. എന്നാലും പിന്മാറാൻ അദ്ദേഹം തയ്യാറായില്ല. രാവണൻ വാൾ വീശി. ജടായുവിന്റെ ചിറകുകൾ അറഞ്ഞു. അയ്യോ! ജടായു താഴേക്ക് പതിച്ചു. സീത കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നോക്കി. രക്തത്തിൽ കുളിച്ച് അദ്ദേഹം പാറക്കെട്ടിൽ വീണു. രാവണൻ സീതയുമായി കടന്നുകളഞ്ഞു. രാമൻ വരുന്നതും കാത്ത് ജടായു അവിടെ കിടന്നു. രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് അവിടെയെത്തി. അന്ത്യശ്വാസത്തിലും ജടായു രാവണൻ പോയ വഴി കാണിച്ചുകൊടുത്തു. രാമൻ അച്ഛനെപ്പോലെ അദ്ദേഹത്തിന് മോക്ഷം നൽകി. തോൽക്കുമെന്നുറപ്പായിട്ടും ധർമ്മത്തിനുവേണ്ടി പോരാടിയ വീരൻ.